السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അതിമഹത്തായ ഒരു ദിനത്തിനെ വരവേൽക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് അറിയാം. ഈ സന്ദർഭത്തിൽ വിവിധ സന്ദർഭങ്ങളിലായി, പ്രത്യേകിച്ച് വലിയ പെരുന്നാൾ ദിനവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവതരമായ ദീർഘമായ ഉപദേശങ്ങൾ നമ്മുടെ ഇമാം നമുക്ക് നൽകിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഒരു ഖുതുബ രൂപത്തിൽ 5, 10, 15 മിനിറ്റ് പറഞ്ഞങ്ങ് പിരിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. ബാക്കി ആരും ഒന്നും ശ്രദ്ധിക്കുന്നതും ഇല്ല. അത്തരം ചില ഓർമ്മപ്പെടുത്തലുകൾ ഒരു 5, 10 മിനിറ്റ് വീതം ഈ പെരുന്നാൾ ദിനം വരെ നമുക്കൊന്ന് ഓർമ്മകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നന്നായിരിക്കുമെന്ന ഉദ്ദേശത്തിൻ്റെ പേരിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നൽകിയ പാഠങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ പര്യാപ്തമായ നിലയിൽ ഒരു 5, 10 മിനിറ്റ് നമുക്ക് സംസാരിച്ച് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. നമ്മളെല്ലാവരും സത്യത്തിൽ ഇന്ന് ഈദ്ഗാഹുകളിലോ അല്ലെങ്കിൽ പള്ളികളിലോ ഈദ് നമസ്കാരത്തിനും ഈദ് ഖുതുബ കേൾക്കുവാനുമായി എത്തിച്ചേരാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആണോ? നമ്മളിൽ ചിലർ കുർബാന നിർവഹിക്കുവാൻ കഴിവുള്ളവർ ഇന്ന് അതിനായി കാത്തിരിക്കുകയാണ്. ആ ഭക്തന്മാരായ ആളുകൾ എനിക്ക് കുർബാന നിർവഹിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ കഴിഞ്ഞ ഒരു വർഷം അതിനുവേണ്ടി വല്ല തയ്യാറെടുപ്പും നമ്മളാരെങ്കിലും ഒരു ആത്മപരിശോധന, ഒരു റീതിങ്കിങ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഞാൻ പരിശ്രമിച്ചിരുന്നുവെങ്കിൽ എനിക്കതിന് കഴിയുമായിരുന്നു. നമ്മളേതെല്ലാം രീതിയിൽ നമ്മൾ ധനം ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു കുർബാന നിർവഹിക്കാൻ തയ്യാറായി ആ ദിവസം വരും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നവരാണോ നമ്മൾ? കുർബാന നിർവഹിക്കുവാൻ കഴിവുള്ളവർ, അല്ലാഹു തആല വിശ്വാസികളോട് കൽപ്പിച്ച പ്രകാരം കടം ഇല്ലാത്തവർ, കടരഹിതരായിരിക്കണം. അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി ബലിയർപ്പണത്തിനായി തയ്യാറായിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഭക്തന്മാർ തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണോ? നമ്മോട് ചോദിക്കേണ്ടത്, നമ്മൾ ഈ പട്ടികയിലെങ്ങാനും അകപ്പെട്ടിട്ടുണ്ടോ? നമ്മളതിനു വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒറ്റയ്ക്ക് പറ്റുന്നില്ല എങ്കിൽ കൂട്ടായി
അതിനുള്ള ശ്രമവും നടത്തിയോ? അതെ, തീർച്ചയായും മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഈദ് തന്നെയാണ് ഇത് എന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ടോ? അതോടൊപ്പം ഇതൊരു സന്തോഷ നിമിഷമാണ്. എന്നാൽ ഈദ് ആഘോഷങ്ങളിൽ ചില ദുഃഖങ്ങളും നമ്മെ വേട്ടയാടുന്നുണ്ട്. കാരണം മുസ്ലിം സമുദായത്തിൻ്റെ ചേരുവ് തിരിവ് മൂലം ഉമ്മത്തെ മുഹമ്മദിയായിൽ നമ്മുടെ പ്രിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന സമയത്ത് അത്തരമൊരു തിരിവ് നിലനിന്നിരുന്നില്ല. നമ്മൾ ഒക്കെ ഈ തിരിവിൻ്റെ ആളുകളല്ലേ? ആണോ? അതല്ല, നമ്മളെല്ലാം തിരിവൊന്നുമില്ല. നമ്മൾ ഒറ്റ സമൂഹമായി, ഒറ്റ സമുദായമായി, ഒരൊറ്റ കുടുംബമായി, ഒരു ഉമ്മത്ത് മുഹമ്മദിയ എന്ന നിലയിൽ നിൽക്കുന്നവരാണോ? ഒരു 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 ആത്മാ ഒന്ന് നോക്കുക. ഓരോരുത്തരും തങ്ങളുടെ ഉള്ളിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കുക. എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ജീവിച്ചിരുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം ചേരിതിരിവൊന്നുമില്ലായിരുന്നു. ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യരെല്ലാം നിൽക്കുന്ന അതുപോലെ അദ്ദേഹത്തിന് കാലശേഷവും അങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കും. ഇതുപോലെ നമുക്കിപ്പോൾ ഈ കാലത്തൊരു ഇമാം വന്നും നിങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് ചേരണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു കളിതമാശ പോലെ, ഞങ്ങൾ നോക്കാം, ഞങ്ങൾ നോക്കട്ടെ, ഇങ്ങനെ നമ്മളൊക്കെ ഒരു അലംഭാവത്തോടെ ജീവിതത്തെ, ഇസ്ലാമിനെ, അതിൻ്റെ അധ്യാപനങ്ങളെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണോ? ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് ഇതുകൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രയോജനപ്പെടുത്തണമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ കാണിക്കുന്ന ഈ അഭ്യാസത്തിന് പകരം നിങ്ങൾ പള്ളികളിൽ പോയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഞാനുണ്ടല്ലോ 27 ഇരട്ടി കൂലി തരാം. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ വീട്ടിൽ നമസ്കരിക്കുമ്പോൾ അല്ലാഹു തആല അത് സ്വീകരിച്ചുകൊണ്ട് 1000 രൂപ തരുന്നെന്നിരിക്കട്ടെ. അത് പള്ളിയിൽ പോയാണ് നിങ്ങൾ നിർവഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 27,000 രൂപ തരാമെന്ന്. വല്ല വിശ്വാസമുള്ളവൻ വീട്ടിൽ നിസ്കരിക്കുമോ? അവൻ എങ്ങനെങ്കിലും നടന്നായാലും എഴഞ്ഞായാലും എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോകാൻ നോക്കും. അതല്ല എങ്കിൽ ഓരോ ദിനരാത്രങ്ങളിലും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഈ നഷ്ടങ്ങൾ നികത്തുന്നതിന് അവൻ പള്ളിയുടെ പരിസരത്ത് അവൻ അവിടെ എത്തിച്ചേരത്തക്ക നിലയിൽ ഉള്ള സംവിധാനങ്ങൾ അവൻ ഏർപ്പെടുത്തും, അവൻ വിശ്വാസിയാണെങ്കിൽ. അതല്ലെങ്കിൽ കൊടിഞ്ഞു കുത്തി പഴയ രീതിയിൽ തന്നെ നമ്മൾ ഇരുന്ന് പോകും. ഇത് ആരെയും കുറ്റപ്പെടുത്തലോ ആരുടെ നേർക്കുമുള്ളതോ ഒന്നുമല്ല. സ്വയം ഒരു ആത്മപരിശോധന നടത്താൻ ഈ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് ഞാനിപ്പോൾ 75ാമത്തെ ഈ വയസ്സിന് ഇവിടെ വന്നിപ്പോൾ നല്ല മഴ, ശക്തമായ മഴയുണ്ട്. ഇന്നലത്തെ ളുഹർ, അസർ, മഗ്‌രിബ്, ഇശാ നമസ്കാരങ്ങൾ. അപ്പം വീട്ടിൽ വേണേൽ നിസ്കരിക്കാമല്ലോ, പ്രായമായില്ലയോ, ഇനി അങ്ങോട്ട് ഇറങ്ങിപ്പോകണം. ഞാൻ പറഞ്ഞു, എനിക്കങ്ങ് താഴോട്ട് ഇറങ്ങിയാൽ എനിക്ക് ഇത്ര 1000 രൂപയ്ക്ക് പകരം 27,000 രൂപ തരുന്നു എന്ന് പറയുന്നത് എനിക്കത് നഷ്ടപ്പെടുത്തുന്നത് എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. അത് നമ്മുടെ ഹൃദയത്തിൽ ആ ഈമാനിക ചൈതന്യം വരികയാണെങ്കിൽ മാത്രം നമ്മുടെ കാലുകൾ ചലിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് തന്നെ നമ്മളിരിക്കും. ഇതുപോലെ നമ്മുടെ ആത്മീയ സഹോദരങ്ങളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി സമ്മേളിക്കുന്ന ഒരു സദസ്സിലേക്ക് നമുക്ക് പോയി ഒരു 5-10 ദിവസം ചെലവഴിക്കാം
എന്നുള്ള സമയം നമുക്ക് കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ഈമാനിക ചൈതന്യം എവിടെ നിൽക്കുന്നു, എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, റീതിങ്കിങ് നടത്തേണ്ടതല്ലേ എന്ന് സംശയിച്ചു പോകുന്നത് കൊണ്ട് ചോദിക്കുന്നതാണ് കേട്ടോ. തീർച്ചയായും അദ്ദേഹവും തൻ്റെ അനുജന്മാരോടൊപ്പം വിഷമകരമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും. പക്ഷെ അവർ ഒരുമിച്ച് നിൽക്കുമായിരുന്നു. എന്നിട്ട് ആത്മീയമായ ഈ കാര്യത്തിന് അവർ മുൻഗണന കൊടുക്കുമായിരുന്നു. ഇത് മുൻഗണന കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഒരു പരിഗണനയും കൊടുക്കുന്നില്ല. ഇഹലോകത്തിലുള്ള സകലതും കഴിഞ്ഞിട്ട് വേറെ വല്ലതും ഉണ്ടെങ്കിൽ എന്നാ ഒന്ന് കുനിഞ്ഞേക്കാം എന്നുള്ളതല്ലാതെ എന്തോ കുനിയ 700 കൽപ്പന കിടക്കുമല്ലയോ. ഈ 700 കൽപ്പനയിൽ ഈ വർണ്ണം മാത്രം ചെയ്തതെന്ന് വെച്ച് ഞങ്ങൾ 699 ചെയ്യുന്നില്ല എങ്കിലും ഞങ്ങൾ വിശ്വാസികൾ, അതൊക്കെ നമ്മുടെ മണ്ടത്തരങ്ങളല്ലേ നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ. അതുകൊണ്ട് ഒരു അഹമ്മദ് അമീൻ എന്ന് പറഞ്ഞ ഒരു വലിയ അറബി സാഹിത്യകാരനുണ്ടായിരുന്നു. ഒരു വലിയ ചോദ്യം അദ്ദേഹം ലോകത്തോട് ചോദിക്കുന്നുണ്ട്. ഹൽ തൈരിഫൽ ഫർഖ ബൈന ദുന്യ വസൂറത്ത് ദുന്യ. ഈ ഭിത്തിയിലൊരു ലോക വേൾഡിൻ്റെ മാപ്പ് കിടക്കുന്നു. നമ്മുടെ യഥാർത്ഥ ലോകവും ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം അറിയാമോ? ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന വേൾഡിൻ്റെ മാപ്പും യഥാർത്ഥ വേൾഡും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമോ? ഇത് അദ്ദേഹം ആ ചോദ്യം ചോദിക്കുന്നത് ഇതുപോലെയാണ്. ഈ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ തൗഹീദും ഹൃദയത്തിൽ കുത്തിവെച്ചിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമോ? എന്നിട്ട് അദ്ദേഹം അതിനെ വീണ്ടും വിശദീകരിച്ചു പറയുന്നത്, ഒന്ന് ഒരു ചലനവുമില്ലാത്തതാണ് ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹും ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന വേൾഡിൻ്റെ മാപ്പും ഒരു ചലനവും സൃഷ്ടിക്കുന്നതല്ല. അത് കാറ്റത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആടിപ്പോകുന്നതല്ലാതെ അതിലൊന്നുമില്ല. അതേസമയം ഈ ലോകമോ, അവിടെ എന്തെല്ലാം ജീവജാലങ്ങൾ, എന്തെല്ലാം പ്രതിഭാസങ്ങൾ, നിമിഷം അതിൻ്റെ പ്രവർത്തനങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു കർമ്മ മേഖലയാണ് ലോകം. അതേസമയം മാപ്പിലൊന്നുമില്ല. ഇതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് ഹൃദയത്തിൽ കൊത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ചലനാത്മകമാണ്, അതെല്ലാമാണ്. ഈ ലോകം പോലെ അത് ചലിച്ചുകൊണ്ടിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, കർമ്മനിരതമായിക്കൊണ്ട്. ഇതൊക്കെ ആ ലേഖനം അദ്ദേഹത്തിൻ്റെ ആ പ്രൗഢമായ മുസ്ലിം സമുദായത്തിൻ്റെ ശോച്യാവസ്ഥ കണ്ടിട്ട് അദ്ദേഹം എഴുതിയതാണ്. അപ്പോൾ അതായിട്ട് പറഞ്ഞ് നമ്മുടെയൊക്കെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഭിത്തി തൂങ്ങുന്നതാണ്. അതുകൊണ്ടാണ് ഒന്നും ഉണ്ടാകാത്തത്. സമയം ഒരുപാട് പോകുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ, എനിക്ക് മറ്റു ജോലിയില്ലാത്തത് കൊണ്ട് നമുക്ക് 10-15 മിനിറ്റൊക്കെ ദിവസവും ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുന്നിടത്തോളം മുന്നോട്ട് പോകാം. അല്ലാഹു തആല ഏറ്റവും മഹത്തായ ഹജ്ജിനെ കുറിച്ച്, ആ ദിനത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും ചിന്തിക്കുവാനും അത് നേടിയെടുക്കുവാനുള്ള പ്രയത്നത്തിൽ ഏർപ്പെടുവാനുള്ള തൗഫീഖ് നൽകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.